റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പിണറായി വിജയനെതിരെ കടുത്ത വിമർശനവുമായി ലത്തീൻ സഭാ മുഖപത്രമായ ജീവനാഥം. പിണറായി ഭരിച്ചത് സുപ്രീം ലീഡർ എന്ന ഭാവത്തിൽ ഭരണവും മുന്നണിയും പാർട്ടിയും പിണറായിയിൽ കേന്ദ്രീകരിച്ചു. അതുകൊണ്ടാണ് പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്താൻ പ്രവർത്തകർ തീരുമാനിച്ചതെന്നും വിമർശനമുണ്ട്. തീരദേശ പ്രശ്നങ്ങളിൽ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തിയെന്നും ജീവനാഥം കുറ്റപ്പെടുത്തുന്നു. സജോ ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ, എല്ലാ പഴിയും പിണറായിക്കാണോ? ഡോക്ടർ അരുൺകുമാർ, പിണറായിയും വലിയ പരാജയത്തെ നേരിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകൾ വരും. പക്ഷേ ഇത് ലത്തീൻ സഭയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ജീവനാഥം. ജീവനാഥത്തിന്റെ എഡിറ്റോറിയലാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 വർഷം എന്ന ഭരിക്കാനുള്ള ചരിത്ര നിയോഗം ലഭിച്ചു. പക്ഷേ അധികാരം സമ്പൂർണ്ണമായി പാർട്ടിയിലും മുന്നണിയിലും ഭരണ സംവിധാനത്തിലേക്കും പിണറായിയിലേക്ക് കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് പാർട്ടിയിലെ നെടുങ്കോട്ടയിലെ അണികളടക്കം പ്രതിപക്ഷത്തിരുത്താൻ, പിണറായിയെയും പാർട്ടിയെയും പ്രതിപക്ഷത്തിരുത്താൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായുള്ള ജനവിധിയാണ് അധികാര പ്രഭക്തതയുണ്ടായി എന്നുകൂടി പറയുകയാണ്. അങ്ങനെ തിരുത്താൻ തയ്യാറാകാതെ സുപ്രീം ലീഡർ എന്ന ഭാവത്തിൽ പിണറായി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്ര വലിയ പരാജയത്തെ നേരിട്ടത് എന്നതുകൂടി പറയുകയാണ്. അതുകൂടാതെ കുറേയധികം വിമർശനങ്ങളുണ്ട്. ഇത്ര വലിയ തോൽവിക്ക് കാരണം അണികൾ തന്നെ ഈ തിരുത്തലില്ലാത്തതിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്തി അത് വോട്ടായി മാറിയതുകൊണ്ടാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായത്. ഭരണവും മുന്നണിയും പാർട്ടിയും ഒക്കെ പിണറായിൽ അങ്ങനെ കേന്ദ്രീകരിച്ചു. അതിൽ തിരുത്തലിന് വഴങ്ങിയതേയില്ല. അധികാര പ്രയോഗങ്ങളിൽ ഇടതുപക്ഷമെന്ന് വിശേഷിപ്പിക്കാനാകാത്ത പല നിലപാടുകളും തുടർച്ചയായി സ്വീകരിച്ചു. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുകയും പ്രതിപക്ഷ ശബ്ദങ്ങളെ ദുർബലമാക്കാൻ ശ്രമിച്ചു. പാർട്ടിക്കകത്തു നിന്ന് ഉയർന്ന ഉൾപാർട്ടി വിയോജിപ്പുകളെയും സമാന രൂപത്തിൽ അടിച്ചമർത്തിയും ജനകീയ സമരങ്ങളെ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിച്ചു തുടങ്ങിയ വിമർശനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് വീണ്ടും വിചാരങ്ങൾക്ക് കാരണമാകേണ്ട തിരഞ്ഞെടുപ്പാണെന്ന് കൂടി പറയുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ മറ്റൊരു പരാമർശം കൂടിയുള്ളത്, BJPയുടെ വിജയം ഏതെങ്കിലും തരത്തിൽ ആപത്കരമായ സൂചന നൽകുന്നുണ്ടോ എന്ന പരിശോധന ഉണ്ടാകണം എന്നതുകൂടി അതിൽ പറയുന്നുണ്ട്. ഇത് എഡിറ്റോറിയൽ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് ലത്തീൻ സഭയുടെ നിലപാടാണ്. അവർ പറയുന്നത് തീരദേശ മേഖലകളിലടക്കം വലിയ വിജയമുണ്ടായി. മുനമ്പത്തെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മുനമ്പം മുതൽ തീരദേശ പ്രശ്നങ്ങളിൽ ഒന്നടങ്കം ഇടത് സർക്കാർ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്ന് മുഖപ്രസംഗം പറയുന്നുണ്ട്. അതുകൂടാതെ പുതിയ UDF സർക്കാരിൽ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം എഡിറ്റോറിയൽ ഉള്ളതല്ല, മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപിൽ വെക്കാനുള്ള ഒരു തീരുമാനവും സഭ എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. ജീവനാഥത്തിലാണ് രൂക്ഷമായ വിമർശനമുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. നമുക്കൊരു കുഞ്ഞിടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കൊല്ലത്ത് ചവറയിൽ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനമേറ്റു. പപ്പടം കിട്ടാഞ്ഞതിനോ മറ്റോ ആണോ?